നമസ്കാരം, BCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി നഗരസഭയിൽ സ്ക്രാപ്പ് ഷോപ്പിന് അനുമതി നൽകാൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ ക്ലീൻ സിറ്റി മാനേജർ ഉൾപ്പെടെ 2 ആരോഗ്യ വിഭാഗം ജീവനക്കാരെ വിജിലൻസ് പിടികൂടി. ക്ലീൻ സിറ്റി മാനേജർ ജിതേഷ് കുമാർ, കണ്ടിജന്റ് ജീവനക്കാരൻ സന്തോഷ് എന്നിവരെയാണ് 3000 രൂപ കൈക്കൂലിയുമായി നഗരസഭാ ഓഫീസിൽ വെച്ച് പിടികൂടിയത്. കൈക്കൂലി കേസിൽ രാഷ്ട്രീയ വിവാദവും പുകയുകയാണ്. UDFന്റെ ആയുധമായാണ് ജീവനക്കാരൻ പ്രവർത്തിച്ചതെന്ന് ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. അഴിമതിക്ക് തെളിവാണ് അറസ്റ്റെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. കേരള നിയമസഭയിൽ BJPയുടെ ശബ്ദം ഇല്ലാതാക്കിയത് ഇടത് വലത് മുന്നണികളുടെ വോട്ട് കച്ചവടവും അവിശുദ്ധ കൂട്ടുകെട്ടുമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. BJPയുടെ 7 സീറ്റുകൾ ഇല്ലാതാക്കിയതിന് പിന്നിൽ ഈ ഒത്തുകളിയാണെന്നും അവർ ആഞ്ഞടിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ യഥാർത്ഥ പ്രതികൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ എന്നും അവർ മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ സ്ഥാപിക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും ശോഭാ സുരേന്ദ്രൻ. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് തകർത്ത സംഭവത്തിൽ വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്തതിനെതിരെ സ്കൂളിൽ കുത്തിയിരിപ്പ് സമരം. ബന്ധമില്ലാത്ത വിദ്യാർത്ഥികളുടെ പേരുകൾ സ്കൂൾ അധികൃതർ പോലീസിന് നൽകിയെന്നും പ്രിൻസിപ്പൽ കുറ്റവാളികളെ ചിത്രീകരിക്കാൻ കൂട്ടുനിന്നുവെന്നും ആരോപിച്ചാണ് പ്രതിഷേധം. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പരാതിയിൽ പേരുകളില്ലെന്നും ചോദ്യം ചെയ്ത നടപടിയുമായി സ്കൂളിന് പങ്കില്ലെന്നും പ്രിൻസിപ്പൽ. വടക്കാഞ്ചേരി നഗരസഭയിലെ മങ്കരയിലെ പട്ടികജാതി കുടിവെള്ള പദ്ധതിയെ ചൊല്ലിയുള്ള CPM ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കോൺഗ്രസ്. കഴിഞ്ഞ 5 വർഷത്തെ വികസന മുരടിപ്പ് മറയ്ക്കാനുള്ള നുണപ്രചാരണം മാത്രമാണ് CPM നടത്തുന്നതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നാസർ മങ്കര പറഞ്ഞു. ഉപഭോക്താക്കളിൽ നിന്നും പിരിച്ച പണം വൈദ്യുതി ബില്ല് അടയ്ക്കാതെ വന്നതിനെ തുടർന്നാണ് 4 വർഷം മുമ്പ് കുടിവെള്ള പദ്ധതി നിശ്ചലമായതെന്നും ഭാരവാഹികൾ 1.5 ലക്ഷത്തോളം രൂപ മുക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു.